മലയാള സിനിമയുടെ അവതാര പുരുഷനാണ് മോഹൻലാൽ. മോഹൻലാൽ സിനിമയ്ക്ക് അന്നും ഇന്നും ആരാധകർ ഏറെയാണ് താനും. ലാലേട്ടന്റെ മാറ്റ് കുറഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അത്രത്തോളം ശക്തമാണ് കേരളത്തിൽ. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ 25ാം വാർഷിക ആഘോഷത്തിൽ ആരാധകർക്ക് ലാലേട്ടൻ എങ്ങനെ ആവേശമായി മാറുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയൊരു ഫാൻസ് മീറ്റ് ആയിരുന്നു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത്. ആഘോഷം മോഹൻലാൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോഹൻലാൽ സംസാരിച്ചത്. നിറഞ്ഞ കവിഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു ഈ ആഘോഷ ചടങ്ങുകൾ നടന്നത്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ വാർഷികത്തിലാണ് മോഹൻലാൽ ആരാധകർക്ക് ഒരു സുവർണ നിമിഷം സമ്മാനിച്ചിരിക്കുന്നത്. അതായത് ലാലേട്ടനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമാണ് അവിടെ നൽകിയത്. ഏതൊരു മോഹൻലാൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയ നിമിഷമായിരുന്നു അത്. ഫോട്ടോ എടുത്തു വന്ന ഓരോ ആളുകളും അവരുടെ അനുഭവം പങ്കുവെക്കുകയും ചെയ്തു. ഓരോ ആരാധകനും അത്രമാത്രം സന്തോഷത്തോടെയാണ് ലാലേട്ടനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത്. ചിലർ ലാലേട്ടനൊപ്പം നിന്ന് വിതുമ്പുന്ന സാഹചര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ലാലേട്ടനെ ശരിക്കും സമ്മതിക്കണമെന്ന് വേണം പറയാൻ. ഒരു ഫോട്ടോ എടുക്കാൻ അത്രത്തോളം സമയം വേണ്ടിവരും. അത്രത്തോളം ആളുകളൊപ്പം നിന്നാണ് ലാലേട്ടൻ ഫോട്ടോ എടുത്തത്. ഏകദേശം 7000-ഓളം ആളുകൾക്കൊപ്പം നിന്ന് ലാലേട്ടൻ ഇന്ന് ഈ ദിവസം ഫോട്ടോ എടുക്കുകയും ചെയ്തു. മെഗാ ഫാൻസ് മീറ്റിനെത്തിയ മുഴുവൻ ആളുകളും ലാലേട്ടനൊപ്പം നിന്ന് ചിത്രമെടുത്ത സന്തോഷത്തോടെയാണ് പിരിഞ്ഞു പോയത്. ലാലേട്ടൻ എത്തിച്ചേർന്ന ആരാധകർക്കൊപ്പം മെഗാ സെൽഫിയും എടുത്തു. വലിയ ആർവം തന്നെയായിരുന്നു മോഹൻലാൽ ആരാധകർ സൃഷ്ടിച്ചത്. 14 ജില്ലകളിൽ നിന്നുള്ള മോഹൻലാൽ ആരാധകരാണ് ഈ സംഗമത്തിൽ എത്തിച്ചേർന്നത്. ഫോട്ടോ എടുക്കാതെ ആരും വിഷമിച്ച് മടങ്ങരുതെന്ന ആഗ്രഹമായിരുന്നു ലാലേട്ടൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കായി ഇനി ഒരു ദിനം മാറ്റിവെക്കുകയായിരുന്നു. പല ഷൂട്ടുകളും തിരക്കുകളും ഒക്കെ മാറ്റിവെച്ചാണ് ഈ സംഗമത്തിൽ ലാലേട്ടൻ എത്തിച്ചേർന്നത്. ഏകദേശം 7000 ആളുകളാണ് ലാലേട്ടനൊപ്പം ചിത്രമെടുത്ത് സന്തോഷം പങ്കിട്ടത്. 25 വർഷം മുമ്പ് ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ച സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ തന്നെ പ്രസംഗം ആരംഭിച്ചത്. ഫാൻസ് ക്ലബിന്റെ ആദ്യ ഉദ്ഘാടനം നടത്തിയത് മമ്മൂട്ടി ആയിരുന്നുവെന്നും മമ്മൂട്ടിയായുള്ള ആത്മബന്ധം വർഷങ്ങളായി തുടരുന്നതാണെന്നുമാണ് മോഹൻലാൽ ഈ വേദിയിൽ പറഞ്ഞത്. 25 വർഷം മുമ്പ് മമ്മൂട്ടിയാണ് തന്റെ ഫാൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തത്. വർഷങ്ങളായി തുടരുന്ന ആത്മബന്ധമാണ് തങ്ങൾക്കുള്ളതെന്നും തന്റെ സിനിമാ യാത്രയിൽ എപ്പോഴും കൂടെയുണ്ട് അദ്ദേഹം എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്. ഇച്ചാക്ക തുടങ്ങി വെച്ച പ്രസ്ഥാനം 25 വർഷങ്ങൾക്ക് ശേഷവും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ഗുരുത്വമായി താൻ കാണുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് വളരാനാകുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി. മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വിളിക്കുന്നത് പോലെ ഇച്ചാക്ക എന്നാണ് നമ്മുടെ ലാലേട്ടൻ വിളിക്കുന്നത്. ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ താൻ വെച്ച ഏക നിബന്ധന മത്സരം പാടില്ല എന്നതായിരുന്നു എന്നും ലാലേട്ടൻ ഈ ഒരു വേളയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ തന്റെ മനസ്സിൽ ചില സിനിമയിലെ തിരക്കഥയിലെ പോലെ എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറയാൻ കഴിയുമെന്ന് മോഹൻലാൽ വളരെ ആവേശത്തോടെ പറയുകയും ചെയ്തു. ആ ഒരു വാക്കിന് വളരെയധികം കയ്യടിയും ആർവവും തന്നെയായിരുന്നു ആ വേദിയിൽ ഉയർന്നത്. മോഹൻലാൽ ഫാനിന്റെ ഈ മെഗാ സംഗമം സ്വർണ്ണ ലിപികളിൽ എഴുതുമെന്നാണ് ആന്റണി പെരുമ്പാവൂർ ഈ ഒരു വേളയിൽ പറയുകയും ചെയ്തത്. അതേസമയം മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നേര് ഡിസംബർ 21-ന് തിയേറ്റർ റിലീസ് ചെയ്യും. ജീതു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്ന വിശേഷണത്തോടെയാണ് എത്തുന്നത്. വക്കീൽ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. തുടർ പരാജയങ്ങളിൽ നിന്ന് മോഹൻലാലിനെ കരകയറ്റുന്നതാകും ചിത്രമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. പ്രിയാമണി, സിദ്ദിഖ്, അനശ്വര രാജൻ, ജഗദീഷ്, ശാന്തി, മായാദേവി എന്നിവരാണ് ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അഭിഭാഷക കൂടിയായ ശാന്തി മായാദേവിയാണ് ചിത്രത്തിന്റെ സഹതിരക്കഥാകൃത്ത്. ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ്. ജനുവരി 25-ന് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനെന്ന മലൈക്കോട്ടെ വാൽവിന്റെ റിലീസും ഉണ്ട്. എന്തായാലും തങ്ങളുടെ ആരാധനാപാത്രമായ മോഹൻലാലിനെ കണ്ടതിന്റെ ആഘോഷത്തിലും ഒരുമിച്ച് ചിത്രമെടുത്തതിന്റെ സന്തോഷത്തിലാണ് ഓരോ മോഹൻലാൽ ആരാധകരും. ഈ ഒരു നിമിഷം ഏതൊരു മോഹൻലാൽ ആരാധകന്റെ മനസ്സിൽ നിന്ന് മായില്ല എന്നത് ഉറപ്പാണെന്ന് വേണം പറയാൻ.